Good morning, all. Morning. അതേക്കെന്ന് തോന്നുന്നു. 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാല്ലേ നമുക്ക്. നമുക്ക് തുടങ്ങാം, അല്ലെങ്കിൽ പോർഷൻസ് തീരില്ല അല്ലെ. എല്ലാവരും കയറിക്കോളും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടം വരെയാ ഡിസ്കസ് ചെയ്തത്? ബെനിഫിറ്റ്സുകളെയൊക്കെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അവിടെ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് കുറച്ച് ഡിസ്കസ് ചെയ്തു, പെൻഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെ. തീർച്ചയായിട്ടും നിങ്ങൾ വായിച്ചു നോക്കുന്നുണ്ടാകും അല്ലേ? വായിക്കുന്നുണ്ടോ? എവിടെ വരെയാ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. ഓക്കെ, അത് മുഴുവനും പറഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ് വരെയാണോ പറഞ്ഞു നിർത്തിയത്? നമ്മളത് കംപ്ലീറ്റ് ചെയ്തില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലെ, മാനേജിങ് എംപ്ലോയി ബെനിഫിറ്റ്സ് സർവീസിനെ കുറിച്ചിട്ട് അല്ലെ. അവിടെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും സേവനങ്ങളെയും കുറിച്ചിട്ടുള്ള ആ ഒരു നിയന്ത്രണം, ചില കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് തന്നെ പോകണം. അതല്ലെങ്കിൽ നമുക്കറിയാം ബേർഡൻ ആവും അല്ലെ. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ബെനിഫിറ്റ്സ് കൂടുതൽ കൊടുത്ത് എന്താണ് അവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഉത്തരവാദിത്തമൊക്കെ കൂടുതൽ, അത് ചിലപ്പോഴാണെങ്കിൽ ഓർഗനൈസേഷനെ എന്താണ് പ്രോഫിറ്റബിൾ ആക്കുന്നതിന് പകരം ലോസിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനൊക്കെ ആയിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിന് വിധേയമായിട്ട് തന്നെയായിരിക്കണം തരത്തിലുള്ള ബെനിഫിറ്റുകളൊക്കെ തീരുമാനിച്ച് അവരിലേക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെ. ഇനി അപ്പോൾ ലാസ്റ്റ് പാരഗ്രാഫിലേക്ക് നോക്കാം. ഹി ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദ എംപ്ലോയീസ് അബൌട്ട് ദ മാനർ ഇൻ വിച്ച് ദ benefit programs function along with the different standards which must be met by an employee to acquire these benefits. അതായത് എപ്പോഴും നമ്മളൊരു സ്റ്റാൻഡേർഡ് അല്ലെ, മാനദണ്ഡങ്ങൾ കീപ്പ് ചെയ്തിട്ട് വേണം എന്തായാലും മറ്റു ഓർഗനൈസേഷനിലൊക്കെ അപ്ലൈ ചെയ്യുന്ന നല്ല മാനദണ്ഡങ്ങളാണ് എങ്കിൽ അല്ലെ, നല്ലൊരു രീതിയാണെങ്കിൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് മിക്കവാറും എല്ലാ ഓർഗനൈസേഷനും സന്നദ്ധരാകും അല്ലെ. ഇപ്പൊ ക്യാൻറ്റീൻ സർവീസ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് കൂടുതൽ എന്താണ് കുറച്ചും കൂടി വർക്ക് അല്ലെ, കൂടുതൽ സമയം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൊഴിലാളികളുടെ സമയം കൂടുതലും കൂടി ഉപയോഗപ്രദമാക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിട്ടേൺ ഒക്കെ അവര് അവകാശപ്പെട്ടതാണ്. അപ്പൊ അതെല്ലാം എന്താണ് പൊതുവെ നമ്മൾ അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ്. ആണോ? വേണ്ടതല്ലേ? ആണോ? ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡുകൾ മാനദണ്ഡങ്ങളെല്ലാം മസ്റ്റായിട്ട് തന്നെ നമ്മൾ ഫോളോ ചെയ്യണം. അത് ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും അത് ഫോളോ ചെയ്യേണ്ടതാണ്. In most of the large organizations, benefit administration is a part of the human resource department. അതായത് നമുക്കറിയാം ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡുകളെല്ലാം കൃത്യമായിട്ട് തന്നെ അവർക്ക് അല്ലെ ലഭ്യമാക്കേണ്ടതാണ്. ഇൻ കേസ് അത് ലഭ്യമാക്കിയില്ല എങ്കിൽ ചിലപ്പോൾ ആണെങ്കിൽ അവിടെയുള്ള
എംപ്ലോയീസ് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്യാനായിട്ട് സാധ്യതയില്ല അല്ലെ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി പോകണമെങ്കിൽ മിക്കവാറും നമുക്കറിയാം വലിയ വലിയ ഓർഗനൈസേഷനിലാണെങ്കിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റ് എന്തായിരിക്കും? ആരായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്? ഓക്കെ, എന്തെങ്കിലും ഒരു ഓക്കെ HR. ഓക്കെ, അതെ, HR തന്നെയാണ്. ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കും ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അതായത് അവിടെയുള്ള എംപ്ലോയീസിനെ കുറിച്ചിട്ടൊക്കെ അവർ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ ഇടയിലൊക്കെ അവര് നല്ല ആശയവിനിമയമൊക്കെ നടത്തി ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് എന്താണോ അല്ലെ കറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റുകൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഫ്രഞ്ച് ബെനിഫിറ്റുകൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് തീരുമാനിക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്സിനാണ്. അവർക്ക് ഓരോ വ്യക്തിയെ കുറിച്ചിട്ടും അല്ലെ ഒരു നല്ല ധാരണകളുണ്ടാവും. അവിടെയുള്ള എംപ്ലോയീസ് എന്താണ് അർഹിക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു ധാരണകൾ അവർക്ക് ഉണ്ടാവും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് മാനേജ്മെന്റിനെ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. ഇന്ന ബെനിഫിറ്റ്സുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇച്ചിരി കൂടി ഇൻട്രസ്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരാകും. അല്ലെങ്കിൽ അവരെ ഇവിടെ നിന്ന് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകുന്നത് ഒഴിവാക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ ആ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇത്തരം കാര്യം. മോസ്റ്റ് ഓഫ് ദ ലാർജ് ഓർഗനൈസേഷൻസ് ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേഷൻ ഈസ് എ പാർട്ട് ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഭരണത്തിൽ തന്നെ അല്ലെ അവരുടെ നിയന്ത്രണത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ഇൻ സ്മോൾ ഓർഗനൈസേഷൻസ് the responsibility of a benefit administrator is assigned to the individual of different divisions or areas. ചെറിയ ചെറിയ സ്ഥാപനമൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അവിടെ എല്ലാത്തിനും ഓരോ പോസ്റ്റ് കൊടുക്കാനായിട്ടുള്ള സാമ്പത്തിക അവസ്ഥ ചിലപ്പോൾ ആ മാനേജ്മെന്റിന് ഉണ്ടാവില്ല അല്ലേ? ശരിയല്ലേ? അവിടെ അല്ലെ ഫ്രണ്ട് ഓഫീസിൽ സ്റ്റാഫ് വേണം, അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ ടെക്നിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണം. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാഫുകൾക്കൊക്കെ അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോ ഒരുപക്ഷെ എന്താണ് HR-ന്റെ ഡ്യൂട്ടി അല്ലെ ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ടുള്ള ആ വിലയിരുത്തലും ബെനിഫിറ്റുകളൊക്കെ പാറ്റേൺസ് ഒക്കെ എന്താണ് കൊടുക്കേണ്ടതെന്നൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യൽ ഒരു പോസ്റ്റ് അവർക്ക് അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ആ സ്ഥാപനത്തിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കാതെ വരും. അപ്പൊ ചില ഇൻഡിവിജ്വൽസ് ആയിരിക്കും, അതായത് എന്തെങ്കിലും മാനേജിങ് പൊസിഷനിലുള്ളവര് അല്ലെങ്കിൽ ഡയറക്ടർ സ്ഥാനം വഹിക്കുന്നവരൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഡ്യൂട്ടികൾ ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ഇൻ സ്മോൾ ഓർഗനൈസേഷൻസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ബെനിഫിറ്റ് അഡ്മിനിസ്ട്രേറ്റർ ഈസ് അസൈൻഡ് ടു ദ ഇൻഡിവിജ്വൽ ഓഫ് ഡിഫറെന്റ് ഡിവിഷൻ ഓർ ഏരിയാസ്. Most of the time, the benefit administrator is involved in the coordination of the existing benefits plan. അപ്പൊ നമുക്കറിയാം മിക്കവാറും അല്ലെ അവിടെ ഒരു നിലവിൽ ഒരു ഇത് ഉണ്ടാവും, ഒരു വേ ഉണ്ടാവും അല്ലെ, ഒരു രീതി ഫോളോ ചെയ്യുന്നുണ്ടാവും. അതെല്ലാം ഏകോപിച്ച് തന്നെ കൊണ്ടുപോകാനായിട്ടായിരിക്കും പ്രധാനമായിട്ട് നോക്കുന്നത്. ഇൻ കേസ് ചില കാര്യങ്ങളൊക്കെ ആയിരിക്കും പുതിയതായിട്ടൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെ, നടപ്പാക്കി കൊണ്ടുവരുന്നത്. മോസ്റ്റ് ഓഫ് മിക്കവാറും എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് റോളിലുള്ളവര്, അതായത് ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വരുന്നവരൊക്കെ എന്താണ് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്യുക അല്ലെ, നിലവിലുള്ള ബെനിഫിറ്റ് പ്ലാനുകളൊക്കെ ഏകോപിച്ച് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും ശ്രമിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ മനസ്സിലാക്കി വരേണ്ട ഒരു കാര്യം, ഈ ഫ്രഞ്ച് ബെനിഫിറ്റ് കൊടുക്കുമ്പോൾ ചിലത് നമുക്കറിയാം മസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട് അല്ലെ. ഒരു ഇന്ന അംഗങ്ങളെക്കാൾ കൂടുതലുള്ള എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ചില ഫ്രഞ്ച് ബെനിഫിറ്റ്സുകൾ അവർക്ക് നടപ്പാക്കി കൊടുക്കേണ്ടതാണ്, അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂകൾ വരും. അത് മാത്രമല്ല, അപ്പൊ അത് കൃത്യമായിട്ട് ചിലപ്പോൾ ആണെങ്കിൽ മാനേജ്മെന്റിന് അറിയാതെ വരും ചില കാര്യങ്ങളൊക്കെ നമ്മളും കൂടി ചെയ്യേണ്ടതാണെന്നുള്ളത്. കാരണം അവർക്ക് അത്ര അവയർനെസ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ അത് മാനേജ്മെന്റിനെ നിർദ്ദേശിച്ചു കൊടുക്കുന്നത് ഈ ഡിപ്പാർട്ട്മെന്റിലുള്ള വിങ് തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം അവിടെയുള്ള തൊഴിലാളികളെ സംതൃപ്തിപ്പെടുത്തേണ്ടതും എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ഡ്യൂട്ടി തന്നെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു നോക്കാം. ഈ 3 പാരഗ്രാഫില് അതിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തത്. അതായത് അവരുടെ ഒരു ആവശ്യം അല്ലെ, വലിയ വലിയ ഓർഗനൈസേഷൻ ആവുമ്പോൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വിങ് ഉണ്ടാവും. ഡിപ്പാർട്ട്മെന്റ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതെല്ലാം ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഇത്തരം കാര്യങ്ങൾ നടപടികളൊക്കെ ചെയ്തു പോകുന്നത്. ഓക്കെ ആണല്ലോ?
കണ്ടിന്യൂ ചെയ്തോട്ടെ? Okay, then next നമുക്ക് നോക്കാം the different types of consideration in the administration of benefits and services are stated below. അതായത് നമുക്കറിയാം ഇങ്ങനെ കുറെ ബെനിഫിറ്റുകളൊക്കെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് എന്താണ് നടപ്പാക്കി കൊടുക്കണമെന്ന് അറിയാം അല്ലെ. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ചിലത് നമുക്ക് പരിഗണിക്കാതെ ചിലപ്പോഴെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ വേണമെങ്കിൽ വിട്ടുകളയാവുന്നതാണെങ്കിൽ വിട്ടുകളയും. പക്ഷെ ചിലത് നമുക്ക് മസ്റ്റായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? മസ്റ്റായിട്ടും അവർക്ക് നിർവഹിച്ച് കൊടുക്കേണ്ട ബെനിഫിറ്റ്സ് എന്ത് തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആയിരിക്കും? അതായത് നിയമപരമായിട്ടുള്ള ബെനിഫിറ്റ്സ് അല്ലെ. അത് മസ്റ്റായിട്ടും ഇന്ന എംപ്ലോയീസിന് മസ്റ്റായിട്ട് നടപ്പാക്കി കൊടുത്തില്ല എങ്കിൽ നമുക്കറിയാം എന്താണ് കോർട്ടിന്റെ അണ്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ ലീഗൽ ഇഷ്യൂസ് വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഉണ്ടാവില്ലേ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചപ്പോ നിങ്ങൾ ഓക്കെ ആവേണ്ടതാണ്. ക്ലിയർ ആവുന്നില്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നത് ദ ഡിഫറെന്റ് ടൈപ്സ് അല്ലെ. ഓക്കെ, നമുക്ക് കൺസിഡറേഷൻ ഇൻ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ബെനിഫിറ്റ്സ് ആൻഡ് സർവീസസ് ആർ സ്റ്റേറ്റഡ് ബിലോ. അതായത് ചില കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ടും പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെ അതിൽ പരിഗണിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് ഡിസൈഡിങ് റെസിപ്പിയന്റ് ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ട്. ദെൻ ഡിറ്റർമിനിങ് ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ ഉണ്ട്. ദെൻ പ്രോബബിലിറ്റി പീരിയഡ്സ്, ഫൈനാൻസിങ്, then employee choice, അങ്ങനെ കുറച്ച് പോയിന്റ്സ്. അതായത് ചിലത് നമ്മൾ പരിഗണിക്കണോ വേണ്ടയോ വേണ്ട അല്ലേ, നമുക്ക് തീർച്ചയായിട്ടും നടപ്പാക്കണമോ എന്നുള്ള ഒരു പരിഗണന ലിസ്റ്റ് വരുന്ന കുറച്ച് ബെനിഫിറ്റുകളാണ്. നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം, ഡിസൈഡിങ് റെസിപ്പിയൻസ് ഓഫ് ബെനിഫിറ്റ്സ്. അതായത് നമുക്കറിയാം ഈ ബെനിഫിറ്റുകൾ ആർക്കൊക്കെ കൊടുക്കണം അല്ലെ, ആദ്യം തന്നെ അത് ഡിസൈഡ് ചെയ്യണം, തീരുമാനിക്കണം. എന്റെ പേരിലേ ഒരുപാട് എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ എംപ്ലോയീസിനും ഉൾപ്പെടുത്തണോ അല്ലെങ്കിൽ ഇന്നില്ല അല്ലെ ഏജിലുള്ള എംപ്ലോയീസിനെ മാത്രമാണോ പരിഗണിക്കേണ്ടത്? അങ്ങനെ ബെനിഫിറ്റ്സുകളാവുമ്പോൾ നമുക്കറിയാം എല്ലാ തരത്തിലുള്ള എംപ്ലോയീസിനെ പരിഗണിക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സെപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. നോക്കാത്ത ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് ഹു ക്യാൻ ബി പാർട്ട് ഓഫ് ഓവറോൾ ബെനിഫിറ്റ്സ് പ്രോഗ്രാം ഓഫേർഡ് ബൈ ദ ഫേം must be decided by an employer as a constituent of accomplishing the objectives of benefits plans. അതായത് നമുക്കറിയാം അവിടെ ഒരുപാട് പേര് അല്ലെ അവര് ആനുകൂല്യങ്ങൾ കൈപ്പറ്റാനായിട്ട് ഒരുപാട് പേര് അവിടെ എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ഏതൊരു സ്ഥാപനമാണെങ്കിലും അവിടെ ധാരാളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് തന്നെ എംപ്ലോയർ മനസ്സിലാക്കേണ്ടതുണ്ട് ആർക്കൊക്കെയാണ് ഇതില് അല്ലെ ഓവറോൾ ബെനിഫിറ്റ്സ്, ആർക്കൊക്കെ ഏത് തരത്തിലുള്ള കാറ്റഗറീസിനൊക്കെ നടപ്പാക്കി കൊടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ചിട്ട് വേണം തീരുമാനങ്ങളൊക്കെ എടുക്കാനായിട്ട്. ചിലത് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് അതായത് അവർക്ക് അനുകൂലമായിട്ട് തന്നെ നടപടികൾ സ്വീകരിച്ച് കൊടുക്കേണ്ടതുണ്ടാവാം. ചിലതൊക്കെ നമുക്ക് വേണമെങ്കിൽ അല്ലെ വേണ്ടാന്ന് വെക്കാവുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് മസ്റ്റായിട്ട് തന്നെ അവിടെയുള്ള മാനേജ്മെന്റ് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ അതില് നമുക്ക് ഏത് കാറ്റഗറി എന്നൊക്കെ നോക്കാം. ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ്. അതുമായി ബന്ധപ്പെട്ട കാറ്റഗറിയാണ്. ഫസ്റ്റ് വൺ നോക്കാം, ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്. അതായത് ആക്റ്റീവായിട്ട് ഫുള്ളായിട്ട് അല്ലെ എല്ലാ സമയവും പ്രവർത്തിക്കുന്ന എംപ്ലോയീസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടി വരുന്ന ബെനിഫിറ്റ്സ്. ഡിപെൻഡന്റ് മെമ്പേഴ്സ് ഓഫ് ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്. അതായത് ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രിതർക്ക് അല്ലെ, നമുക്ക് ആശ്രിതർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങളും കൊടുക്കേണ്ടതുണ്ട്. എംപ്ലോയി ഹു ഹാവ് റിട്ടയർഡ് ഫ്രം ദ ജോബ്. അതായത് ജോബിൽ നിന്ന് റിട്ടയർ ചെയ്തു പോകുന്ന ആ ഗണം വിഭാഗക്കാർക്ക് അല്ലെ. ഡിപെൻഡൻസ് ഓഫ് റിട്ടയർഡ് എംപ്ലോയീസ്. ഇങ്ങനെ റിട്ടയർ ചെയ്ത് പോകുന്ന എംപ്ലോയീസിന്റെ ഡിപെൻഡൻസ് എന്ന് വെച്ചാൽ ആശ്രിതര്, അവർക്കുള്ള ബെനിഫിറ്റ്സുകൾ. ദെൻ പാർട്ട് ടൈം എംപ്ലോയീസ്. നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു വലിയ സ്ഥാപനം ആകുമ്പോൾ അവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരുണ്ട്, പാർട്ട് ടൈം വർക്ക് ചെയ്യുന്നവരുണ്ട്, വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത് പോകുന്നവരുണ്ട്. ദെൻ അങ്ങനെ താഴേക്ക് പോരുമ്പോൾ വീണ്ടും വീണ്ടും കാറ്റഗറീസ് വരുന്നുണ്ട്. അതായത് നെക്സ്റ്റ് നോക്കുമ്പോൾ എന്താണ്, എംപ്ലോയീസ് ഹു ആർ ഡിസേബിൾഡ് എന്ന് വെച്ചാൽ അംഗവൈകല്യരായ വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ദെൻ അവരുടെ ആശ്രിതരും ഉണ്ടാവും. എന്താണ് ഡിപെൻഡൻസ് ഓഫ് ഡിസേബിൾഡ് എംപ്ലോയീസ്. എന്താ പറയുന്നത്, സർവൈസ് ഓഫ് ഡിസീസ്ഡ് എംപ്ലോയീസ്. അതായത് അവിടെ ആ ഒരു സ്ഥാപനത്തിൽ തന്നെ മറ്റു തരത്തിൽ അല്ലെ നമ്മൾ എന്താണ് മരിച്ചവരുടെ ആ ഒരു അനന്തരാവകാശികൾ എന്ന് പറയില്ലേ. അപ്പൊ അങ്ങനെയുള്ള അനന്തരാവകാശികൾ വർക്ക് ചെയ്യുന്നവരുണ്ട്.
നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് എംപ്ലോയീസ് ഹു ഹാവ് ക്വിറ്റ് ദ എംപ്ലോയ്മെന്റ്. അതായത് നമുക്ക് ജോലി ഉപേക്ഷിച്ചു പോയവർ അല്ലെ, ഇൻ കേസ് അവിടെ ജോലി ചെയ്തവരാണ് പക്ഷെ റിട്ടയർ ചെയ്ത് പോയതൊന്നല്ല, ആക്ച്വലി അവിടെ നിന്ന് ജോലി ഉപേക്ഷിച്ചു പോയവരുണ്ടാവാം. ദെൻ ഡിപെൻഡ്സ് ഓഫ് എംപ്ലോയീസ് ഹു ഹാവ് ക്വിറ്റ് ദ എംപ്ലോയ്മെന്റ്, അതായത് ചെയ്തുകൊണ്ടിരുന്ന ജോലി ഉപേക്ഷിച്ചു പോയവരെ ആശ്രയിച്ച് കഴിയുന്നവരുണ്ട്. Then employees who are separated from the employment temporarily. Example, employees on a family leave and. അതായത് താൽക്കാലികമായിട്ട് അല്ലെ ആ ഒരു എംപ്ലോയീസിൽ നിന്ന് ആ ഒരു ജോലിയിൽ നിന്ന് പോകുന്നവർ, ടെമ്പററി ആയിട്ടാണ് അവർ ലീവ് എടുത്ത് പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസ് ഉണ്ട്. Then depends of employees who are separated from employment temporarily. അതായത് ഇങ്ങനെ പോകുന്ന വ്യക്തികൾ, അതായത് ജോലിയിൽ നിന്ന് താൽക്കാലികമായിട്ട് വിരമിച്ചു പോകുന്ന അല്ലെങ്കിൽ ലീവ് എടുത്തു പോകുന്ന അവരെ, ആ അത്തരത്തിലുള്ള എംപ്ലോയീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രിതരുമുണ്ട്. അപ്പൊ അങ്ങനെ പല കാറ്റഗറീസിലുള്ള എംപ്ലോയീസിനെ നമുക്ക് ഇവിടെ കാണാം. ഇത്തരം എംപ്ലോയീസ് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യില്ലേ? ചെയ്യോ? ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെ. അപ്പൊ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോൾ നമ്മൾ ഇവരെയൊക്കെ കാറ്റഗറൈസ് ചെയ്തിട്ട് വേണം ആനുകൂല്യങ്ങൾ കൊടുക്കാനായിട്ട്. ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അവിടെയുള്ള എംപ്ലോയീസിനെ എല്ലാവരെയും കൂടി കോൺസെൻട്രേറ്റ് അല്ലെ, അവരെ എല്ലാവരെയും പരിഗണിക്കണം, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതിൽ പല ഗണങ്ങളുണ്ട് അല്ലെ, കാറ്റഗറൈസ് ചെയ്യുന്ന പല ഗണങ്ങളുണ്ട്. ചിലതൊക്കെ നമുക്കറിയാം വീക്കിലി അവർക്ക് നിയമപരമായിട്ടുള്ള അവകാശപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് മസ്റ്റായിട്ട് തന്നെ അത് അവർക്ക് ലഭ്യമാക്കേണ്ടതാണ്. തീർച്ചയായിട്ടും HR ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ അല്ലെ അത് കൃത്യമായിട്ട് തന്നെ മാനേജ്മെന്റ് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡിപെൻഡ് മെമ്പർ ഓഫ് ആക്റ്റീവ് ഫുൾ ടൈം എംപ്ലോയീസ്. അപ്പൊ അത്തരത്തിലുള്ള ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവരുടെ ആശ്രിതർക്കുള്ള ആനുകൂല്യങ്ങള്. എന്താണ് റിട്ടയേർഡ് ആയിട്ടുള്ള പേഴ്സൺസ്, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രിതര്. പാർട്ട് ടൈം ആയിട്ടുള്ള എംപ്ലോയീസ്, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രിതര്. എന്താണ് ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ്, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആശ്രിതര്. എന്താണ് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എന്താണ് സർവൈവർ ഓഫ് ഡിസീസ്ഡ് എംപ്ലോയീസ്, അതായത് ഇൻ കേസ് മരണമൊക്കെ പോലും അതിന്റെ ആശ്രിതരായിട്ടുള്ള വർക്കേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവാം. ദെൻ എംപ്ലോയീസ് ഹു ആർ ക്വിറ്റ് ദ എംപ്ലോയി, അതായത് താൽക്കാലികമായിട്ട് അല്ലെ ജോലി വേണ്ടാന്ന് വെച്ച് പോകുന്നുണ്ട്, അവരെ ഡിപ്പെൻഡ് ചെയ്തവരുണ്ട്. ദെൻ ടെമ്പററി, അതായത് ഇൻ കേസ് മറ്റുള്ളവരെന്താണ് ലീവ് എടുത്ത് പോകുന്നവരല്ല, അവർ ഉപേക്ഷിച്ച് പോവുകയാണ് അല്ലെ, ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് പോവുകയല്ല, താൽക്കാലികമായിട്ട് ലീവ് എടുത്തുമല്ല പോകുന്നത്, അവർ വേണ്ടാന്ന് വെച്ച് അല്ലെ പിന്നീടുള്ള ജോലി വേണ്ടാന്ന് വെച്ച് വോളണ്ടറി റിട്ടയർ ചെയ്ത് പോവുകയാണ്. അപ്പൊ അങ്ങനെയുള്ളവരും അവരെ ആശ്രിതരായിട്ടുള്ളവരെയും. നെക്സ്റ്റ് എന്താണ് ലാസ്റ്റ് പറയുന്നത്, കുറച്ച് ടൈമില് അല്ലെ ടെമ്പററി ആയിട്ട് ലീവ് എടുത്ത് പോകുന്നവരുണ്ട്, അവരുടെ ആശ്രിതരുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ് വായിച്ചു നോക്കാം. ക്ലിയർ ആയോ? എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ഡിറ്റർമിനിങ് ദ ഇൻക്ലൂഷൻ ഓഫ് റിട്ടയേഴ്സ് ഇൻ ദ പ്ലാൻ. അതായത് നമ്മൾ റിട്ടയേർഡ് ആയിട്ടുള്ള പേഴ്സണെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ അവരുടെ ബെനിഫിറ്റ്സുകളെ കുറിച്ചിട്ട് പ്ലാൻ ചെയ്യുമ്പോൾ ഉണ്ടായിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. എന്താണ് നോക്കാം. ഇറ്റ് ഈസ് കോമൺ ഫോർ മേജർ ബെനിഫിറ്റ്സ് ടു ബി പ്രൊവൈഡഡ് ടു ദ എംപ്ലോയീസ് ആൻഡ് സം പോർഷൻ ഈസ് ഗിവൺ ടു ദ ഡിപെൻഡൻസ് of employees like medical expense coverage, life insurance coverage, etc.
അതായത് പൊതുവെ നമുക്കറിയാം റിട്ടയർഡ് ആയിട്ടുള്ള പേഴ്സൺസിന് അല്ലെ അവർക്ക് എന്താണ് നമ്മുടെ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ആശ്രിതർക്കും ആനുകൂല്യങ്ങളുണ്ട്. സാധാരണയായിട്ട് നമുക്കറിയാം മെഡിക്കൽ എക്സ്പെൻസുകൾ ഒക്കെയാണ് അല്ലെ നമ്മുടെ മെഡിസിൻ എന്തെങ്കിലും കേസ് ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുമായി ബന്ധപ്പെട്ട ലൈഫ് ഇൻഷുറൻസ് കവറേജുകളും അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ആനുകൂല്യങ്ങളാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാറ്. There are many factors which must be taken care of when deciding whether to include other groups in this plan or not. അതായത് ഇങ്ങനെ നമ്മൾ തീരുമാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റെന്തെങ്കിലും അല്ലെ ഏതെങ്കിലും അതർ ഗ്രൂപ്പുകൾ ഇതില് ബന്ധപ്പെടണോ അല്ലെ ഉൾപ്പെടുത്തണമെന്നും കൂടി ആലോചിക്കണം. എന്താ there are many factors ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഒരുപാട് ഘടകങ്ങളുണ്ട് which must be taken care of when deciding whether to include other group in this plan or not. മറ്റു ഗ്രൂപ്പുകൾ കൂടി ഇങ്ങനെയുള്ള അല്ലെ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ കൊടുക്കുന്നത് അല്ലെ അത് കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. Attitude of the employer and the extent of protection provided under other plans like social security are the two main consideration involved in this. ഇങ്ങനെ നമ്മൾ ഒരു പാക്കേജ് കൊടുക്കുമ്പോൾ പ്രധാനമായിട്ടും അവിടെ എംപ്ലോയറുടെ മനോഭാവം മനസ്സിലാക്കണം. അതായത് ഇവർക്ക് കൊടുക്കണം അല്ലെ എന്തൊക്കെ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ആണ് കൊടുക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുമ്പോൾ അവിടെ എംപ്ലോയറുടെ മനോഭാവം മസ്റ്റായിട്ട് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ സോഷ്യൽ സെക്യൂരിറ്റി അല്ലെ നമ്മുടെ സൊസൈറ്റിയുടെ ആ ഒരു സെക്യൂരിറ്റി സാമൂഹികമായിട്ടുള്ള ഇതുകൾ സംരക്ഷണത്തിന്റെ കീഴിൽ വരുന്നത് അല്ലെ അതൊക്കെ മസ്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ബെനിഫിറ്റുകളൊക്കെ തീരുമാനമെടുക്കാനായിട്ട്. then എന്താണ് വീണ്ടും പറയുന്നത് the role of central and state laws cannot be ignored. നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ട്. കാരണം എന്താണ് നമുക്കറിയാം ലീഗലി ആയിട്ടുള്ള ഇഷ്യൂസ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് സെൻട്രൽ ആയിട്ടും സ്റ്റേറ്റിന്റെ ഒക്കെ അണ്ടർ അല്ലെ ലോയുടെ നിയമങ്ങൾക്ക് കീഴിലുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ഫോർ എക്സാമ്പിൾ to the family leave law some benefits still need to be provided. അതായത് കുടുംബനിധി എന്ന് വെച്ചാൽ ആ ഒരു നിയമം അനുസരിച്ച് ചില ആനുകൂല്യങ്ങൾ ഇപ്പോഴും അല്ലെ നൽകേണ്ടതുണ്ട്. മസ്റ്റായിട്ടും അത് നിലവില് ഫാമിലിക്കും കൂടി അർഹതപ്പെട്ട പെൻഷനുകളും കാര്യങ്ങളൊക്കെ ആശ്രിതരെ കൂടി ഉൾപ്പെടുത്തി മസ്റ്റായിട്ട് നൽകേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നൽകേണ്ട നിയമങ്ങൾ എന്തായാലും അവർ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടതായിട്ട് വരും. അതല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എംപ്ലോയറുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് അല്ലെ അവരുടെ മനോഭാവമൊക്കെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിക്ക് എന്താണ് ഇച്ചിരി കൂടി പ്രീതി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ അത് ആ ഒരു കമ്പനിയുടെ പേരൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെയാണ് അതില് നമ്മൾ കുറച്ചും കൂടി ഉൾപ്പെടുത്തുന്നത്. ഐഡിയ എന്താന്ന് മനസ്സിലായോ? അതായത് നമ്മള് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഒക്കെ തീരുമാനിക്കുമ്പോൾ മസ്റ്റായിട്ട് 2-3 കാര്യങ്ങൾ കൂടി കൺസിഡർ ചെയ്യണം. ഒന്നാമതായിട്ട് നമുക്കറിയാം ലോയുടെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ടും അത് നിയമപരമായിട്ടുള്ളത് കൊണ്ട് തന്നെ അത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഉണ്ടാകുമോ? ഫോളോ ചെയ്തത് ഉണ്ടാകുമോ? ഉണ്ടാകോ? നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോകുന്നുണ്ടോ? വിട്ടുപോകുന്നില്ല എന്നാണോ പറയുന്നത്? ഓക്കെ. ലോയുടെ നിലവിലുള്ള കാര്യങ്ങളെല്ലാം അതില് മസ്റ്റായിട്ട് പാലിക്കേണ്ടതുണ്ട് അല്ലെ. അതേസമയം ചില കാര്യങ്ങൾ നമുക്കറിയാം എന്താണ് എംപ്ലോയറിന്റെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ചില മനോഭാവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇച്ചിരി കൂടി അല്ലെ കുറച്ചും കൂടി പ്രീതികരമായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അല്ലെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുക അല്ലെ അത് ഇത്രയും നാളെ വർക്ക് ചെയ്ത എല്ലാ തൊഴിലാളികൾക്കും ഇങ്ങനെയുള്ള ആനുകൂല്യം എംപ്ലോയറുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കാം. മറ്റൊന്നുള്ളത് നമുക്കറിയാം സോഷ്യൽ സെക്യൂരിറ്റി അല്ലെ നമുക്കറിയാം അവിടെ സൊസൈറ്റിയുടെ അണ്ടറിൽ വരുന്നത് കൊണ്ട് തന്നെ അപ്പൊ അതിന്റെ സംരക്ഷണത്തിന് കിട്ടുന്നത് കൊണ്ട് തന്നെ ചില ആനുകൂല്യങ്ങള് ആ ഒരു രീതിയിലും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് അവര് പരിഗണിക്കേണ്ടത്. 2-3 കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് മാത്രമാണ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മസ്റ്റായിട്ട് ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസുകൾ വരുന്നത് കൊണ്ട് അത് ഫോളോ ചെയ്യേണ്ടതുണ്ടാവാം. അതുപോലെ തന്നെ എംപ്ലോയറുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ സൊസൈറ്റി അല്ലെ സോഷ്യൽ സെക്യൂരിറ്റീസ് അതും കൂടി പരിഗണിച്ചിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? സാമൂഹ്യ സുരക്ഷ നൽകുന്ന പദ്ധതികളാണെങ്കിൽ
അതിന്റെ അല്ലെ ആ പദ്ധതിയുടെ കീഴിൽ നൽകുന്ന സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ. ഇപ്പൊ നമുക്ക് കുറെ ഇതുകളുണ്ട് അല്ലെ, അതിന്റെയൊക്കെ എന്താ പറയാ കുറെ ബെനിഫിറ്റ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ആനുകൂല്യം ഇതിന്റെ ആനുകൂല്യം എന്നൊക്കെ പറയും അല്ലെ. അപ്പൊ ആ ഒരു സുരക്ഷാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ പദ്ധതികളുടെ കീഴിൽ വരുന്ന വർക്കേഴ്സ് ആണെങ്കിൽ അവർക്കൊക്കെ ആ ആനുകൂല്യങ്ങൾ മസ്റ്റ് ആയിട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൊബേഷണറി പീരിയഡ്സ് ആണ്. അതായത് അവരുടെ വർക്കേഴ്സ് നമ്മളൊരു സ്ഥാപനത്തിലാണെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു പ്രൊബേഷണറി പീരീഡ് ഉണ്ട് അല്ലെ. അവിടെയും അവർക്ക് അവിടുത്തെ എംപ്ലോയീസിന് ആനുകൂല്യങ്ങൾ നിശ്ചയിക്കേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എടുത്ത് പറയുന്നത്. നോക്കാം. As any kind of a claim which is resulted during probation must be borne by the employee himself, it reduces the financial burden on the employees. നമുക്കറിയാം പ്രൊബേഷണറി പീരീഡില് എംപ്ലോയറിന് വലിയ ബാധ്യതകളൊന്നും ഉണ്ടാവില്ല. ശരിയാണോ? ആണോ? കാരണം പ്രൊബേഷണറി പീരീഡിലൊക്കെ ലീഗലായിട്ട് ഇങ്ങനെ മസ്റ്റായിട്ട് ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്നൊന്നും നിബന്ധനകളൊന്നും അധികമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ബാധ്യതകളും എംപ്ലോയർക്കില്ല. പ്രൊബേഷണറി പീരീഡിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്താൽ അത് അല്ലെ അവരുടെ എംപ്ലോയറുടെ ഒരു ആനുകൂല്യമായിട്ട് തന്നെ കരുതേണ്ടതായിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, പ്രൊബേഷണറി പീരീഡിൽ എംപ്ലോയറിനെ സംബന്ധിച്ച് വലിയ ഫിനാൻഷ്യൽ ബർഡൻ വരുന്നില്ല. അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഡ്യൂട്ടി ഒന്നും അവിടെ റിസ്ക് വഹിക്കേണ്ട ഒരു ബാധ്യത അവിടെ വരുന്നില്ല. കാരണം എന്തുകൊണ്ട് as any kind of claim which is resulted during probation must be borne by the employee himself. അതായത് എംപ്ലോയിക്ക് ലഭ്യമാകുന്നതാണ്. അത് ഇങ്ങനെ മസ്റ്റായിട്ട് അർഹതപ്പെട്ടതെന്ന് പറയാനായിട്ടൊന്നും ഇല്ല. Apart from this, the chance of adverse selection are also reduced due to പ്രൊബേഷണറി പീരീഡ് അല്ലെ. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലെ. ഒരു പ്രത്യേകിച്ച് അഡ്വേഴ്സ് സെലക്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല. അത് ആക്ച്വലി എന്താണ് ആ പീരീഡിന്റെ സമയത്തൊക്കെ കുറഞ്ഞു വരും അല്ലെ. ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ഇങ്ങനെ എന്ത് ബെനിഫിറ്റ് കൊടുക്കണമോ അങ്ങനെ വേണോ വേണ്ടേന്നൊക്കെ എന്നുള്ള ഒരു അഡ്വൈസിന്റെ ഒന്നും ആവശ്യകത അവിടെ പ്രധാനമായിട്ടും എടുത്തു വരുന്നില്ല. Then there will also be a reduction in the administrative cost for managing those employees who terminate employment immediately after they join in the organization. അതായത് നമുക്കറിയാം ഇവിടെ പ്രധാനമായിട്ടും ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, ചില പ്രവൃത്തികളെ സംബന്ധിച്ച് അല്ലെ, ചില എംപ്ലോയ്മെന്റിനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ ഒരു പ്രൊബേഷണറി പീരീഡ് കഴിയുമ്പോൾ തന്നെ അവർക്ക് ജോയിനിങ് ലെറ്റർ കൊടുക്കും അല്ലെ. ആ സമയം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോയിനിങ് ലെറ്റർ കിട്ടും. അതായത് പെർമനന്റ് എംപ്ലോയി ആയിട്ട് അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടും. ചിലരെ സംബന്ധിച്ച് നമുക്കറിയാം പ്രൊബേഷണറി പീരീഡിൽ തൃപ്തികരമല്ല എങ്കിൽ അവരെ പിരിച്ചുവിട്ടും കളയും അല്ലെ. അങ്ങനെയല്ലേ? ആണോ? ഓക്കെ. അപ്പൊ ആ ഒരു രീതിയാണ് പൊതുവെ എല്ലാ ഓർഗനൈസേഷനും ഫോളോ ചെയ്യുന്നത് അല്ലെ. In fact, the new employees who have some claims are faced with the few financial challenges as they are not eligible for any kind of a benefits plan. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ചിലപ്പോൾ അവരെ പിരിച്ചുവിടാനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടില്ല. അതുകൊണ്ട് അവര് ചില പ്ലാനുകളൊക്കെ അല്ലെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും വലിയ വലിയ നിറഞ്ഞ പ്ലാനുകളൊക്കെ കൊണ്ടുവരികയാണെങ്കിലും അതില് തയ്യാറാവില്ല. കാരണം ചിലപ്പോൾ അവരെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട്. ചിലപ്പോഴാണ് അവരെ പെർമനന്റ് എംപ്ലോയി ആയിട്ട് നിലനിർത്തുകയുള്ളൂ അല്ലെ. The implementation and the time frame of a probationary period is reducing, particularly in the medical expense plans, aspect in the conditions of a high turnover, as most of the organizations are trying to attract new talent. അതായത് നമുക്കറിയാം കുറെ എന്താണ് ടേൺ ഓവർ ഉള്ള ഒരു സ്ഥാപനമൊക്കെയാണ് അല്ലെ പ്രൊബേഷണറി പീരീഡ് എന്നൊക്കെ പറഞ്ഞാൽ നന്നായിട്ട് ടേൺ ഓവർ നേടിയെടുക്കാനൊക്കെ ആയിട്ട് ഇത് നല്ലതാണ്. കാരണം അവിടെ കുറച്ച് എംപ്ലോയീസിനെ കൊണ്ട് നിർത്തിയിട്ട് അല്ലെ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ച് ടേൺ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അല്ലെ വസ്തുക്കളൊക്കെ ഉത്പാദിപ്പിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഇത് മോസ്റ്റ്ലി ഹെൽപ്ഫുൾ ആണ് അല്ലെ. അതേസമയം മറ്റ് സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഈ പ്രൊബേഷണറി പീരീഡിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സുകൾ കൊടുക്കുക എന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, മറ്റുള്ളവരെയും കൂടി ഈ സ്ഥാപനത്തിലേക്ക് വരാനായിട്ട് അല്ലെ അവിടെ പ്രൊബേഷണറി പീരീഡിലേക്ക് കയറാനായിട്ട് താല്പര്യപ്പെടുത്തുക അല്ലെ, അല്ലെങ്കിൽ അട്രാക്ട് ചെയ്യുക എന്ന ഉദ്ദേശമാണ് ഇതിൽ വരുന്നത്. ശരിയാണോ? എന്തെങ്കിലും ബെനിഫിറ്റ്സുകള് പ്രൊബേഷണറി പീരീഡിൽ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അവരെ ആ ഒരു പ്രൊബേഷണറി പീരീഡിൽ കൊടുക്കുമ്പോൾ മറ്റുള്ളവരും കൂടി എന്താണ് പ്രൊബേഷണറി പീരീഡിലേക്ക് പോകാം അല്ലെ, അവിടെയും കൂടി അവിടെ സ്റ്റാർട്ടിങ് എടുക്കാം. കാരണം എന്തെങ്കിലും ബെനിഫിറ്റ്സുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടല്ലോ
എന്നുള്ള ഒരു പരിഗണനയിൽ കുറെ പേര് അവിടേക്ക് അല്ലെ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയിട്ട് വരും, അപ്ലൈ ചെയ്യും. ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഓക്കെ, അതാണ് പ്രധാനമായിട്ട് ഇവിടെ എടുത്തു വരുന്നത്. മിക്കവാറും പ്രൊഫഷണൽ പീരീഡിൽ മസ്റ്റായിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും സ്ഥാപനങ്ങൾ കൊടുക്കില്ല. അവിടെ ആ ജോയിനിങ് ടൈമിൽ കുറച്ച് നാൾ അവരെ കൊണ്ട് ഡ്യൂട്ടി ചെയ്യിപ്പിച്ച് പെർമനന്റ് എംപ്ലോയി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കേസ് അങ്ങനെ പ്രൊഫഷണൽ പീരീഡിലൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മറ്റൊരു ഇതും കൂടി ഉണ്ട്, മറ്റുള്ള എല്ലാവരെയും കൂടി അട്രാക്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അവർക്കുണ്ട്, ആ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ ഒരുപാട് പേര് അവിടേക്ക് ട്രൈ ചെയ്യും. അപ്പൊ ഏറ്റവും നല്ല ടാലന്റഡ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ തെരഞ്ഞെടുക്കാനായിട്ടൊക്കെ സാധിക്കും. ശരിയല്ലേ? അപ്പൊ പ്രൊബേഷണറി പീരീഡില് ഒരു ബെനിഫിറ്റ്സ് അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്നുള്ള വിധമാണ് നമ്മൾ തേർഡ് പോയിന്റ് ആയിട്ട് പഠിച്ചത്. ഓക്കെ, നമ്മളിപ്പോ ആദ്യം ഒരു പോയിന്റ് പഠിച്ചു, എന്താണ് ആർക്കൊക്കെ കൊടുക്കണം അല്ലെ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് മനസ്സിലാക്കിയത്. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കി റിട്ടയേർഡ് പ്ലാൻ അല്ലെ, അതില് എങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്, നമ്മൾ 3 കാര്യങ്ങൾ കൺസിഡർ ചെയ്യണമെന്ന് മനസ്സിലാക്കി. അതായത് ഒന്നാമതായിട്ട് ലീഗലായിട്ടുള്ള ഇഷ്യൂ ഉള്ളത് കൊണ്ട് അത് കൊടുക്കേണ്ടതായിട്ട് വരും. മറ്റൊന്ന് എന്താണ് എംപ്ലോയറുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിട്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് വല്ല പദ്ധതികൾ ഉണ്ടെങ്കിൽ ആ പദ്ധതികളുടെ കീഴിലൊക്കെ ബെനിഫിറ്റ്സുകൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഞാൻ പ്രൊഫഷണറി പീരീഡിൽ നമുക്കറിയാം, പ്രൊഫഷണറി പീരീഡിൽ എംപ്ലോയറിനെ സംബന്ധിച്ച് വലിയ ബർഡൻ അല്ലെ, ഫിനാൻഷ്യൽ ബർഡൻ ഒന്നും മസ്റ്റായിട്ട് ഇല്ല. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് എങ്ങനെ തീർച്ചയായിട്ടും എന്താണ് നമുക്കറിയാം അവിടെ മറ്റുള്ളവരെയും കൂടി അട്രാക്ട് ചെയ്യാവുന്ന വിധത്തിലായിരിക്കും അവർ ഇത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. മോസ്റ്റ്ലി എന്താണ് തീർച്ചയായിട്ടും അവിടെ പ്രൊഫഷണറി പീരീഡിൽ സാധാരണയായിട്ട് അവിടെ വർക്ക് ചെയ്യിപ്പിച്ച് അവരുടെ ടൈം ആവുമ്പോൾ അല്ലെ, അവര് പ്രൊഫഷണറി പീരീഡ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ജോയിനിങ് അല്ലെ ആ ഓർഗനൈസേഷനിൽ മസ്റ്റായിട്ടും ജോലിക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവകാശമാണ് സാധാരണയായിട്ട് വിട്ടുകൊടുക്കുക. ഓക്കെ അല്ലേ? അടുത്തയിലേക്ക് പോകാം. അയച്ചു നോക്കണോ? വേണ്ട മാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. ഓക്കെ, അടുത്തൊരു പോയിന്റ് നോക്കാം. ഫൈനാൻസിങ്. എന്താണ് ഫൈനാൻസിങ് എന്ന് പറയുമ്പോൾ ധനസഹായം അല്ലെ, അതെന്താന്ന് നോക്കാം. The employee has to pay a portion of the cost of his or her coverage in several benefits plans. Okay, അവര് അല്ലെ ഒരു പോർഷൻ അല്ലെ, പൊതുവെ നമുക്കറിയാം അവരുടെ ഏതെങ്കിലും ഒരു പോർഷൻ ചിലപ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യും, എന്നിട്ട് അവർ ബെനിഫിറ്റിലേക്ക് കൊണ്ടുവരും. അതായത് എംപ്ലോയറുടെ ഒരു കോൺട്രിബ്യൂഷനും എംപ്ലോയിയുടെ ഒരു കോൺട്രിബ്യൂഷനും ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് എന്തെങ്കിലും ബെനിഫിറ്റിലേക്ക് കൊണ്ടുവരും. അങ്ങനെയുള്ള പാക്കേജുകൾ ഉണ്ടാവില്ലേ? ഉണ്ടാവോ? അങ്ങനെയുള്ള പാക്കേജ് ഉണ്ടാവില്ലേ? അതായത് നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് തുല്യമായിട്ട് കുറച്ച് വീതങ്ങൾ അല്ലെ, ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ എംപ്ലോയീസിനെ കൊണ്ട് അവരുടെ സാലറിന്നൊക്കെ പിടിച്ച് കൊണ്ടുവന്ന് നമുക്കറിയാം PF പോലെയുള്ള ആനുകൂല്യങ്ങളൊക്കെ അങ്ങനെയാണ് അല്ലെ. പൊതുവെ എംപ്ലോയീസിന്റെയും കൂടി ഒരു പങ്ക് കോൺട്രിബ്യൂഷൻ അവിടെ പിടിച്ചു വെക്കും. The employees has to pay a portion of the cost of his or her coverage in several benefits plan. അപ്പൊ മോസ്റ്റ് ആയിട്ട് വലിയ കൂടുതൽ ബെനിഫിറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവരിൽ നിന്ന് അവിടെയുള്ള വർക്കേഴ്സിൽ നിന്ന് തന്നെ ഒരു പോർഷൻ അവിടെ പിടിച്ചു വെക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിട്ടായിരിക്കും അവർക്ക് ബെനിഫിറ്റ്സ് കൊടുക്കുന്നത്. This can help the employer financially or the funds which are served from this can be used in facilitating other types of benefits to the employees. അതായത് ഇത് ഒരു കാര്യത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ എംപ്ലോയറിനെ സംബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ് അല്ലെ. ഒരു ലംസം ഒരു എമൗണ്ട് കൊടുക്കാനായിട്ട് ഒരു നിശ്ചിത പോർഷനും കൂടി ആരിൽ നിന്ന് കൈപ്പറ്റുന്നുണ്ട്? അതിൽ നിന്നും കൂടി കൈപ്പറ്റുന്നുണ്ട്. Okay, employee നിന്നും കൂടി കൈപ്പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ this can help the employer financially or the funds which are served from this can be used in എന്താണ് facilitating other types of benefits to the employees. അപ്പൊ അതിങ്ങനെ കൈപ്പറ്റുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മറ്റൊരു തരത്തിലുള്ള ബെനിഫിറ്റ്സ് ആയിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. There are different types of arguments favoring and opposing the provision of employees contribution, but most of the cases
It is a point of argument as these kind of a decision are mainly taken on the basis of a competition or a collective bargaining. അതായത് നമുക്ക് ഇതിന്റെ കാര്യത്തിൽ എടുക്കുമ്പോൾ ചിലപ്പോൾ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ചിലര് നമുക്കറിയാം പൊതുവേ നമുക്ക് അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ സാധ്യതയുണ്ട് അല്ലെ. ചിലര് തയ്യാറാകും, ചിലരെന്തായിരിക്കും ഓപ്പോസിറ്റ് ആയിരിക്കും. ഉണ്ടാവുമോ അങ്ങനെ ഒരു പ്രോബ്ലം? ഉണ്ടാവോ? അനുകൂലിക്കുന്നവരുണ്ടാവും, അവരെ പ്രതികൂലമായിട്ട് എടുക്കുന്നവരും ഉണ്ടാവും അല്ലെ. ഉണ്ടാവില്ലേ കുറച്ച്? ഓക്കെ. അപ്പൊ അത് തന്നെ ഇവിടെ പറയുന്നത് there are different types of arguments അല്ലെ. അവിടെ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവാം, ഫേവറിങ് ആൻഡ് ഓപ്പോസിങ്. അനുകൂലിക്കുന്നവരുണ്ടാവാം, ഇതെല്ലാം പ്രതികൂലിക്കുന്നവരും ഉണ്ടാവാം. Then എന്താ പറയുന്നത്, but in most of these cases it is a point of argument as these kinds of decisions are mainly taken on the basis of a competition or a collective bargaining അല്ലെ. അപ്പൊ അവിടെ പ്രധാനമായിട്ട് നമുക്കറിയാം എന്താണ്, ചില പദ്ധതികൾ നമ്മൾ നടപ്പാക്കണമെങ്കിൽ ചിലപ്പോൾ എന്താണ് വിലപേശലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇങ്ങനെ പല രീതിയിലൊരു കോമ്പറ്റീഷൻ വരുമ്പോൾ നമുക്കറിയാം എന്താണ് അത് അല്ലെ. ഏറ്റവും കൂടുതൽ നല്ല ധാരണ എന്താണോ, ഏറ്റവും കൂടുതലും അനുകൂലിക്കുന്നവരാണ് എന്താണോ ആ വശം അല്ലെ തീരുമാനമെടുക്കും. അങ്ങനെയല്ലേ എടുക്കാറ്? ഒരു ഒപ്പോസിഷൻ വരുമ്പോൾ എന്താണ്, അനുകൂലിക്കുന്നവരാണോ പ്രതികൂലിക്കുന്നവരാണോ അല്ലെ അവരെ കൂടുതൽ കൺസിഡർ ചെയ്തിട്ടാണ് അവിടെ ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലേ. ശരിയല്ലേ? ആണോ? ഓക്കെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഫൈനാൻസിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില കോൺട്രിബ്യൂഷന്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഒരു ബെനിഫിറ്റ്സ് പാറ്റേൺ തീരുമാനിക്കുന്നത്. അവിടെ ചിലരെ അനുകൂലിക്കുന്നവരുണ്ടാവാം അല്ലെ, പ്രതികൂലിക്കുന്നവരും ഉണ്ടാവാം. ദെൻ അവരുടെ ഒരു കോമ്പറ്റീഷന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കളക്റ്റീവ് ബാർഗൈനിങ് വിലപേശലിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അപ്പോൾ തീരുമാനം എടുക്കേണ്ടി വരുന്നത്. Then next നോക്കാം. The employers tend to select voluntarily or refuse the coverage in situations where contributory financing is implemented for the different types of benefits apart from pension plans. ചിലത് നമുക്കറിയാം അത് മസ്റ്റ് ആയിട്ടും അല്ലെ, അത് ഇൻ കേസ് ഇങ്ങനെ റെഫ്യൂസ് ചെയ്യാനായിട്ട് ഒരു ബാർഗൈനിങ്ങിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ നമ്മൾ ഫോളോ ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെ. നമ്മുടെ PF പോലെയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും മസ്റ്റ് ആയിട്ട് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇത്രയും തന്നെ അതിനൊരു വിഹിതം എന്താണ്, എംപ്ലോയിമാരുടെ സാലറിയുടെ ഒരു വിഹിതം കോൺട്രിബ്യൂട്ട് ചെയ്യണം. അത് സ്വമേധയാ അവര് എടുത്തു കൊണ്ടുപോകേണ്ടതാണ് അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നടപ്പാക്കി പോകുന്നുണ്ട്. The cost of the employer will additionally get low based on the degree to which coverage is declined by few employees. അതായത് നമുക്കറിയാം ചിലപ്പോ അല്ലെ ചിലര് എപ്പോഴും അല്ലെ എന്താ പറയുന്ന നിഷേധാത്മക തീരുമാനത്തിൽ എത്തുന്നവരുണ്ടാവും, കുറച്ചു പേരെങ്കിലും ചില കാര്യങ്ങളാണെങ്കിൽ അല്ലെ. അപ്പൊ ലോയുടെ ബേസിലാണ് എങ്കിലും നമുക്കറിയാം ചില കാര്യങ്ങളെല്ലാം എന്താണ് നിഷേധാത്മകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരുണ്ടാവാം. പക്ഷെ അങ്ങനെ അല്ലെ നിരസിക്കുന്നതാണ് എങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അത് നെഗറ്റീവായിട്ട് തന്നെ അല്ലെ മിനിമൈസ്ഡ് ബൈ നെഗറ്റീവ് ചോയ്സ് അല്ലെ. ഇവിടെ പ്രധാനമായിട്ടും അടുത്ത സെന്റൻസ് ഈ സെന്റൻസ് കംപ്ലീറ്റ് ആക്കാം, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബട്ട് ദീസ് സേവിങ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ നെഗറ്റീവ് ചോയ്സ് വിച്ച് ആർ റിസൾട്ടഡ് ബൈ ദോസ് ഹൂ സെലക്ട് കവറേജ്. അതായത് നമുക്ക് പല കവറേജുകളും കാര്യങ്ങൾക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ. ചിലപ്പോൾ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിലും നമുക്കറിയാം മസ്റ്റ് ആയിട്ടും ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ചിലരൊക്കെ അതിനെ അനുകൂലിക്കുന്നവരുണ്ടാവാം, ചിലരൊക്കെ പ്രതികൂലിക്കുന്നവരുണ്ടാവാം. തീർച്ചയായിട്ടും എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള ചോയ്സുകൾ അല്ലെ തിരഞ്ഞെടുക്കാം. അപ്പൊ അതിനനുസരിച്ചുള്ള കവറേജുകളെ അവർക്ക് കിട്ടുള്ളൂ. ചിലപ്പോ ആണെങ്കിൽ ചില വർഷങ്ങളിൽ അവരെന്താണ് ഇതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാം. ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ അവര് പ്രതികൂലിച്ചുകൊണ്ട് അതില് അല്ലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവര് ചിലപ്പോൾ ഡെപ്പോസിറ്റുകൾ അതിന് വേണ്ടിയിട്ട് നീക്കി വെക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള കവറേജുകൾ കിട്ടണമെന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെയാണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിലും വീണ്ടും ഒന്നുകൂടി മനസ്സിലാവും. അഡീഷണലി ഇഫ് ദ ഓപ്ഷൻ ഓഫ് refusing the coverage is available to the employees, the employee himself or his or her dependents will be without the coverage in case of any occurrence of loss. അതായത് നമുക്ക് ഇൻ കേസ് നമുക്കറിയാം ചില കേസുകളിലൊക്കെ ഡിപെൻസിന് അല്ലെ ആശ്രിതർക്ക് ചിലപ്പോൾ കിട്ടാനായിട്ട് സാധ്യതയില്ല എങ്കിൽ നമുക്കറിയാം അവിടെ എന്താണ് അവിടെ ബെനിഫിറ്റ് ആയിരിക്കില്ല അല്ലെ. അവർക്ക് ഇപ്പൊ എംപ്ലോയീസിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്ത് സേവ് ചെയ്തിട്ടായിരിക്കും ചില കവറേജുകൾ ചില മെഡിക്കൽ ആനുകൂല്യങ്ങളൊക്കെ കൈപ്പറ്റാനായിട്ട് ശ്രമിക്കുന്നത്. ഇൻ കേസ് നമുക്കറിയാം ചിലർക്കത് അല്ലെ ആശ്രിതർക്ക് കൈപ്പറ്റാൻ പറ്റിയിട്ടുണ്ടാവില്ല. ചിലർക്ക് നമുക്കറിയാം ഏജ് ബാറുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില അസുഖങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ എന്താണ് ഈ ഒരു ഇൻഷുറൻസ് കവറേജിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാതെ വരും. എനിക്ക് ഉണ്ടാവില്ലേ?
ഉണ്ടോ? ഓക്കെ. അപ്പൊ അത് തീർച്ചയായിട്ടും എന്താണ് വളരെ ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ താരതമ്യേന ഇത് തെരഞ്ഞെടുക്കാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇതാണ് അവൻ പറയുന്നത്. ചിലതൊക്കെ അനുകൂലം കിട്ടാൻ സാധ്യതയുണ്ട്, അവര് ഓക്കെയാണ്. ചിലത് പേയ്മെന്റ് ചെയ്യാൻ അവർ റെഡി ആയിരിക്കും. പക്ഷെ ചിലപ്പോൾ ഒരുപക്ഷെ ആശ്രിതർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴായിരിക്കും, അസുഖങ്ങളുടെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കവറേജിന്റെ ആനുകൂല്യം കൈപ്പറ്റാൻ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇന്ന അസുഖങ്ങൾക്ക് ചിലപ്പോൾ അതിനോട് കവറേജ് കിട്ടില്ല, അല്ലെങ്കിൽ ഇന്ന ഏജ് ആയവർക്ക് കിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കുറെ ലെസൺസ് വരാനായിട്ടുള്ള സാധ്യത അല്ലെ. In comparison to non-contributory plans, the administrative cost is relevantly higher in case of contributory plans. അതായത് കോൺട്രിബ്യൂട്ടറി പ്ലാൻസിനേക്കാളും കോൺട്രിബ്യൂട്ട് ചെയ്തില്ല എങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് ഒരു പങ്ക് ഇല്ലാതെ സ്വന്തമായിട്ട് തന്നെ എംപ്ലോയിയുടെ ഭാഗത്തു നിന്നാണ് മുഴുവനായിട്ടും ഈ കോൺട്രിബ്യൂഷൻ വേണ്ടി വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ കോസ്റ്റ് കൂടുതലായിരിക്കും അല്ലെ. എംപ്ലോയറിനെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബർഡൻ മസ്റ്റ് ആയിട്ട് വരും, കാരണം എംപ്ലോയിയുടെ ഭാഗത്തു നിന്ന് കോൺട്രിബ്യൂഷൻ ഇല്ല അല്ലെ. ഇൻ കമ്പാരിസൺ ടു നോൺ കോൺട്രിബ്യൂട്ടറി പ്ലാൻസ്, the administrative cost is relatively higher in case of a contributory plans. Okay, clear ആണോ? ഓക്കെ, അതില് കുറച്ച് കാര്യങ്ങൾ കൂടിയും അതിൽ ഉൾപ്പെടുത്താൻ കാരണം നേരത്തെ ചിലർ ഓപ്പോസിറ്റ് ചെയ്യും, ആർഗ്യുമെന്റ്സ് ഒക്കെ ചെയ്യും എന്നുള്ളതിന്റെ ആ ഒരു റീസണും കൂടിയാണ് ഈ പാരഗ്രാഫിൽ എടുത്ത് പറയുന്നത്. അതിന് കാരണങ്ങളുണ്ട് വ്യത്യസ്തമായിട്ടുള്ളത്. കാരണം ചില കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ബെനഫിറ്റ്സ് ആശ്രിതർക്കും കൂടിയും കിട്ടണം എന്നുള്ള ഒരു മസ്റ്റില് ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും അവരവരുടെ സാലറിയിൽ നിന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ കുറച്ച് കാര്യങ്ങൾക്ക് അല്ലെ കറക്റ്റ് ആ ടൈമിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്കറിയാം ഇന്ന ഏജില് കിട്ടില്ല, ഇന്ന അസുഖങ്ങൾക്ക് കിട്ടില്ല എന്നൊക്കെയുള്ള കാര്യം വരുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ വാദി പ്രതിവാദങ്ങൾ ഉടലെടുത്ത് വരുന്നത്. പിന്നെ നമുക്കറിയാം കോൺട്രിബ്യൂഷൻ മോസ്റ്റ്ലി എന്താണ് എംപ്ലോയറുടെ ഭാഗത്തു നിന്നും ഒരു നിശ്ചിത വിഹിതം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതലായിട്ട് എംപ്ലോയറിന് ഫിനാൻഷ്യൽ ബർഡൻ വരുന്നില്ല. ഇൻ കേസ് സ്വന്തമായിട്ട് കോൺട്രിബ്യൂഷൻ സംഭാവന മുഴുവനായിട്ടും മുടക്കേണ്ടത് എംപ്ലോയർ ആണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ബർഡൻ എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? ഫിനാൻസിങ് ഒന്ന് നോക്കുക. അടുത്തൊരു പോയിന്റ് കൂടി നമുക്ക് നോക്കാം, കുഴപ്പമില്ലല്ലോ. ഓക്കെ, നമുക്കിപ്പോ നെക്സ്റ്റ് നോക്കാം എംപ്ലോയി ചോയ്സ്. അതായത് തൊഴിലാളികളുടെ തെരഞ്ഞെടുപ്പ് എന്താന്ന് നോക്കാം. ഡിഫറെന്റ് മെത്തേഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗെയിനിങ് ദ വ്യൂ പോയിന്റ്സ് ആൻഡ് ചൂസ് ചോയ്സ് ഓഫ് ദ എംപ്ലോയീസ് റിഗാർഡിംഗ് ഡിഫറെന്റ് ബെനിഫിറ്റ്സ് പ്ലാൻ ആർ സ്റ്റേറ്റഡ് ബിലോ. അതായത് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് അല്ലെ ഒരു സംഭാവന പദ്ധതിയിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ചില കാര്യത്തില് അഡ്മിനിസ്ട്രേറ്ററിന് ചെലവ് താരതമ്യേന കൂടുതലാണ് അല്ലെ. Different methods which can be used to gain viewpoints and choice employees regarding different benefits plans are stated. അതായത് ഇതെങ്ങനെയാണ് ഈ ബെനിഫിറ്റ് കൊടുക്കേണ്ടി വരുന്നത് അല്ലെ, അതിനെ കുറിച്ചിട്ടൊക്കെ ആലോചിക്കുമ്പോൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാം ചില കാഴ്ചപ്പാടുകൾ കൂടി കണക്കിലെടുക്കണം അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ച് അവരായിരിക്കും ചില കാര്യങ്ങളൊക്കെ അല്ലെ അവിടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തി എംപ്ലോയീസിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് ചില ബെനിഫിറ്റുകളൊക്കെ വേണോ വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പൊ അതാണ് ഇവിടെ നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത്. ഡിഫറെന്റ് മെത്തേഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ്. ഈ ചെലവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാനും അല്ലെങ്കിൽ ചിലർക്ക് താല്പര്യമുണ്ടോ ഇതിന്റെ പ്രോബ്ലം എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓവറോൾ വ്യൂ പോയിന്റ് അല്ലെ, എല്ലാം കൂടി മനസ്സിലാക്കേണ്ട ഒരു ഓവറോൾ വ്യൂ പോയിന്റ് കണ്ടെത്തേണ്ടതുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അത് ഏത് രീതിയിലാണ് ആ തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. ഇൻ കേസ് പേഴ്സണൽ ഇന്റർവ്യൂ കൊണ്ട് നമുക്ക് നടത്താം, അല്ലെങ്കിൽ സിംപ്ലിഫിക്കഡ് ക്വസ്റ്റ്യനെയർ അല്ലെ മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യനെയർ വഴി നടത്താം. അങ്ങനെ ചില ഇച്ചിരി കൂടി ടെക്നിക്കൽ ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു രീതിയാണ് എങ്കിൽ അല്ലെ സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുമ്പോൾ സൊഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ്, അതായത് ടെക്നിക്കൽ ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള രീതിയാണെങ്കിൽ ഗവേഷണ രീതിയിലൂടെ നമുക്ക് ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകൾ തീരുമാനിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിലെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം, പേഴ്സണൽ ഇന്റർവ്യൂ. അപ്പോ ഈ ഒരു വ്യൂ പോയിന്റ് മനസ്സിലാക്കാനായിട്ടുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ഇന്റർവ്യൂ. പേഴ്സണൽ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സാധാരണ രീതിയിൽ ഓരോരുത്തരോടും ചോദിച്ച് മനസ്സിലാക്കി അല്ലെ അവരുടെ ബെനിഫിറ്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ്. The most effective marketing research method for a small organization or for a benefit plan which includes only a limited number of employees is a
personal interview with the employees either individually or in small groups. അതായത് ഇൻ കേസ് ഒരു ചെറിയ സ്ഥാപനം അല്ലെ, സ്മോൾ സൈസ് ഓർഗനൈസേഷനോ അതല്ലെങ്കിൽ കുറച്ച് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന സ്ഥാപനമൊക്കെയാണ് എങ്കിൽ ഒന്നല്ലെങ്കിൽ എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂ, ഇൻഡിവിജ്വലി ഓരോരുത്തരെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്ത് അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ ഒന്നിച്ച് 3-4-5 ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ട് ഗ്രൂപ്പുകളെ മാത്രം ഇന്റർവ്യൂ ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങൾ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയാണിത്. ഇത്തരം കാര്യങ്ങൾ ഈ ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? അങ്ങനെ സാധിക്കൂലേ? പറ്റോ? ഒന്ന് വിട്ടുപോകുന്നുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ആൻസർ പറയാൻ പറ്റും. ഓക്കെ, പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ളവരുണ്ട്. എന്താ പറയുന്നത്, അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ചെറിയ ചെറിയ സ്ഥാപനങ്ങളൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. ദിസ് ക്യാൻ ഓൾസോ ബി സീൻ ആസ് ദ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവ് മെത്തേഡ്. അതായത് നമുക്കറിയാം വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചെലവില്ലാത്ത ഒരു മെത്തേഡ് ആണ് എന്താണ് ബെനിഫിറ്റുകൾ അത് തീരുമാനിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള വലിയ കോസ്റ്റ് ഇല്ലാത്ത ഒരു മെത്തേഡാണ്. കാര്യക്ഷമമായ മെത്തേഡാന്ന് പറയുന്നു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യനെയർ. അതായത് നമുക്ക് ചോദ്യോത്തര രീതിയിൽ അല്ലെ ഒരു ലളിതമായിട്ടുള്ള ചോദ്യാവലി തയ്യാറാക്കിയിട്ടും ഈ ഒരു തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. There are mainly 2 questions in a simplified questionnaire. അതായത് ഈ സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യനെയറിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. The first one is used to determine the benefit preference, while the other portion is aimed to determine the benefits preference, while other portion is determine the demographic details such as age, gender, years of service, marital status, salary range, etc. അതായത് ഇതിന് ഈ ക്വസ്റ്റ്യനെയർ നടത്തുമ്പോൾ 2 ക്വസ്റ്റ്യൻ ആയിട്ട് തിരിക്കുന്നുണ്ട്. ഫസ്റ്റ്ലി നമ്മൾ എയിം ചെയ്യുന്നത് അതിന്റെ ലക്ഷ്യം വെക്കുന്നത് എന്താന്ന് വെച്ചാൽ അല്ലെ ബെനിഫിറ്റ് പ്രിഫറൻസ്, എന്തിനാണ് ഏത് ബെനിഫിറ്റിനാണ് മുൻഗണന കൊടുക്കേണ്ടത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, പല ബെനിഫിറ്റുകൾ കൊടുക്കുമ്പോൾ അത് ഏത് ഭാഗക്കാർക്കാണ് കൊടുക്കേണ്ടതെന്നും കൂടി മനസ്സിലാക്കണം. വേണോ വേണ്ടേ? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? ഓക്കെ ആണോ? അതായത് അവിടെ വർക്ക് ചെയ്യുന്നവര് അല്ലെ, ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവര്, പാർഷ്യലി വർക്ക് ചെയ്യുന്നവര്, അവരുടെ അല്ലെ ഇൻ കേസ് അവരുടെ ആശ്രിതര്, അങ്ങനെയുള്ള വിഭാഗക്കാരെയൊക്കെ നമ്മൾ കണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്താണ് പ്രധാനമായിട്ടും അവരുടെ ഏജ്, ജെൻഡർ കാര്യങ്ങൾ, ഇയർ ഓഫ് സർവീസ് ഒക്കെ അറിയേണ്ടതുണ്ട് അല്ലെ. എന്താണ് പാർഷ്യലി ആണോ, ഇൻ കേസ് വോളണ്ടറി ലീവ് എടുത്ത് പോകുന്നവരാണോ എന്നെല്ലാം അറിയേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങള് മനസ്സിലാക്കിയെടുക്കുക, അതും കൂടി മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോർഷനിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ സെക്കൻഡ് പോർഷൻ നോക്കാം. എന്താ പറയുന്നത്, while other portion is aimed to determine the benefits preferences, while the other portion is aimed to determine the demographic details such as age, gender, years of service, then marital status. ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. അവരുടെ ഏജ് എത്രയാണ്, എന്താണ് ഏത് എന്താണോ അല്ലെ, ഫീമെയിൽ ആണോ ഫിമെയിൽ ആണോ, ഇയേഴ്സ് ഓഫ് സർവീസ് അവരുടെ വർഷം, എത്രത്തോളം വർഷം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്, മാരിഡ് സ്റ്റാറ്റസ് സിംഗിൾ ആണോ, കേസ് മാരീഡ് ആണോ, സാലറി റേഞ്ച് അല്ലെ, അതെല്ലാം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എടുക്കാൻ കൂടിയാണ് അടുത്ത ഒരു ഭാഗമായിട്ട് മനസ്സിലാക്കുന്നത്. then വീണ്ടും പറയുന്ന ആസ് എംപ്ലോയീസ് have to only rank and or indicate their preference. It is regarded as a simplified questionnaire. ഓക്കെ, അവര് നമ്മള് റാങ്ക് ബേസിലൊക്കെ തിരിച്ചിട്ടൊക്കെയാണ് ഈ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് അല്ലെ. നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ നടത്തുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു പരിഗണിച്ചുള്ള ചോദ്യങ്ങളായിട്ടല്ല, ഓരോ പോർഷൻ ആയിട്ട് തിരിക്കുന്നു. മെയിൻ ആയിട്ട് നമുക്കറിയാം 2 പോർഷൻ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒന്നിന്റെ എയിം എന്താണ്, ഏത് ബെനിഫിറ്റ്സിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, മറ്റൊന്ന് ഏത് വിഭാഗക്കാർക്കാനുള്ള പരിഗണന കിട്ടാൻ വേണ്ടിയിട്ടാണ്. The analysis of data collected will be difficult task and it will require the use of a computer if the organization is not a small one. In case നമ്മൾ നേരത്തെ പറഞ്ഞു സ്മാൾ വൺ ഒക്കെ ആണെങ്കിൽ എന്താണ് പേഴ്സണൽ ഇന്റർവ്യൂ നടത്തി ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അത് അത്രയും പേരെ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതുള്ളൂ അല്ലെ. അതേസമയം വലിയ വലിയ ഓർഗനൈസേഷൻ ഒക്കെ ആവുമ്പോൾ ഇത് ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് തന്നെ എന്താണ് ക്വസ്റ്റ്യനെയറും ബുദ്ധിമുട്ടാണ്. അവർക്കൊക്കെ എന്താ ആവശ്യമായിട്ട് വരും എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. To avoid upsetting the employees, it is important that the questionnaire is brief. അതായത് അവർക്ക് അല്ലെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാതെ എംപ്ലോയീസിനെ അപ്സെറ്റ് ശല്യപ്പെടുത്താത്ത തരത്തിൽ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ടിലാക്കാത്ത വിധത്തിൽ
ചെറിയ രീതിയിലായിരിക്കണം ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ നടത്തേണ്ടത്. അതായത് ആവശ്യമുള്ള വിവരങ്ങളൊക്കെ ചോദിച്ചറിയാം. അതായത് ബേർഡൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അവരെ ബോറടിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് ഒരു പോയിന്റും കൂടി ഇതില് പറയാനുണ്ട്, അതുകൂടി എടുക്കാലോ. ഓക്കെയാണ്. അടുത്ത പോയിന്റും കൂടി ഒന്ന് നോക്കിയാല് എന്താണ് അതിൽ പറയുന്നത്? സഫിസ്റ്റിക്കേറ്റഡ് അല്ലെ, സങ്കീർണമായിട്ടുള്ള റിസർച്ച് മെത്തേഡ്. സഫിസ്റ്റിക്കേറ്റഡ് റിസർച്ച് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായിട്ടുള്ള ഗവേഷണ മെത്തേഡാണ്. അതായത് അത്തരത്തിലുള്ള രീതികളാണ് മീനിങ്. ദ മെഷർമെന്റ് ഓഫ് instantly of a preference of employees is not possible in case of a personal interview and simplified questions. In case ചില ബെനിഫിറ്റ്സുകൾ തീരുമാനിക്കുമ്പോൾ ഈ പറഞ്ഞോണം പേഴ്സണൽ ഇന്റർവ്യൂ കൊണ്ടോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കൊണ്ടോ സാധിക്കാതെ വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാം ഇല്ലേ? അങ്ങനെ ഒരു സന്ദർഭങ്ങൾ ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ വേറെ ഏതെങ്കിലും ടെക്നിക്കുകൾ പരിഗണിക്കേണ്ടതുണ്ട് അല്ലെ. Thus more sophisticated marketing research tool are employed by many firms so that it is possible to measure the significance of employees' preference related to different benefits plans. അതായത് നമുക്കറിയാം അങ്ങനെയുള്ള രീതികളൊക്കെ ആവുമ്പോൾ എന്താണ് മാർക്കറ്റിൽ എന്ന് വെച്ചാൽ നമ്മുടെ അല്ലെ ഇൻ കേസ് നമ്മുടെ ഇതിൽ ഏത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഗവേഷണ മേഖല തന്നെ മനസ്സിലാക്കിയിട്ട് അത് ഏത് രീതിയിലാണ് ഈ വ്യക്തികൾക്ക് ഈ ആനുകൂല്യങ്ങളായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അത് ഈ ക്വസ്റ്റ്യനറോ അതല്ലെങ്കിൽ ഇന്റർവ്യൂ ബേസിൽ അല്ലാതെ ഏത് രീതിയിലാണോ മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന രീതി അത് മനസ്സിലാക്കി തന്നെ അവർക്ക് റിസർച്ച് നടത്തിയിട്ട് ആ ഒരു രീതിയിലൂടെ തന്നെ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സ് പാക്കേജുകളൊക്കെ തീരുമാനിക്കാവുന്നതാണ്. Then certain alternative plans have been formulated by the employers. Then only these sophisticated research tools can be implemented. അപ്പൊ അവിടെ നമ്മൾ ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ആ രീതിയിൽ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ രീതിയിൽ ചൂസ് ചെയ്യാം, അങ്ങനെയുള്ള ഒരു ഓൾട്ടർനേറ്റീവ്സ് എംപ്ലോയറുടെ മനസ്സിലുണ്ടാവണം. അതായത് എംപ്ലോയർ പല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രമാണ് അല്ലെ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താവൂ. ഓൾട്ടർനേറ്റീവ്സ് അതിൽ കണ്ടുപിടിക്കണം, അതിനുശേഷം മാത്രമാണ് ചൂസ് ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ, അതായത് നടപ്പാക്കാൻ പറ്റിയ കറക്റ്റ് ആയിട്ടുള്ള രീതി ഇതാന്ന് മനസ്സിലാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കാവൂ. Thus most of the time simplified questionnaires and interviews are followed by these techniques and it may require further interviews or use questionnaires. അതായത് പൊതുവെ നമുക്കറിയാം ചോദ്യാവലികളും അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യനറും അല്ലെ അഭിമുഖങ്ങളും തന്നെ അത് രീതിയിലൂടെ തന്നെ ഈ ഇന്റർവ്യൂ നടത്തിയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനർ നടത്തിയിട്ടാണ് മോശമായിട്ടും മിക്കവാറും സ്ഥാപനങ്ങൾ അത് കൈകാര്യം ചെയ്ത് പോകാറ്. ഇൻ കേസ് ചില ടെക്നിക്കുകൾ അതിലൂടെ കൂടെ അല്ലെ നടത്തി ചിലപ്പോൾ നമുക്കറിയാം ചോദിക്കുന്നതിന്റെ ഒപ്പം തന്നെ എന്തെങ്കിലും ഫില്ലപ്പ് ചെയ്യും അല്ലെ. ഇൻ കേസ് കൂടുതൽ ഇപ്പൊ മൊബൈലിലൊക്കെ നമ്മള് എന്താണ് കൂടുതൽ അല്ലെ എല്ലാവരും കൂടി അംഗീകരിക്കുന്ന ഒരു ഭാഗത്തിന് വേണ്ടിയിട്ടൊക്കെ ഓരോ ടെക്നിക്കൊക്കെ പ്രയോഗിക്കാറുണ്ട്. എല്ലാം കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലൊക്കെ വോട്ട് ചെയ്യും അല്ലെ. അപ്പൊ ആ ഒരു രീതിയൊക്കെ ചിലപ്പോൾ അപ്ലൈ ചെയ്യാം. പക്ഷെ ഓൾട്ടർനേറ്റീവ്സും കൂടി മനസ്സിലാക്കി അങ്ങനെ ഏതെങ്കിലും ടെക്നിക്സുകൾ പല രീതിയിലൊക്കെ എംപ്ലോയർ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു കാര്യം നടപ്പാക്കാനായിട്ട് പാടുള്ളൂ. മോസ്റ്റ്ലി നമുക്കറിയാം മോസ്റ്റ് ഓഫ് ദ ടൈം സിംപ്ലിഫൈഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇന്റർവ്യൂസ് ആർ ഫോളോഡ് ബൈ ദിസ് ടെക്നിക്സ് അല്ലെ. പൊതുവെ ഇതൊരു ഈ ടെക്നിക്കുകളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ക്വസ്റ്റ്യനും ഇന്റർവ്യൂ ഒക്കെ. നമുക്കറിയാം ഈ ഒരു എന്താണ് ഒരു ഇതൊക്കെ അല്ലെ കാൽക്കുലേറ്റ് ചെയ്യുന്ന കൂടുതൽ പേരും ഇതിന് വോട്ട് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഏതാണ്ടൊക്കെ ഒരു ക്വസ്റ്റ്യനും ഇന്റർവ്യൂ നടത്തുന്ന ഒരു രീതി തന്നെയാണ്. ആണോ ആണോ ആ ഒരു രീതി തന്നെയല്ലേ. അതായത് എല്ലാവരിലേക്കും കുറെ പേരിലേക്ക് അപ്ലൈ ചെയ്യുന്നു എന്ന് മാത്രം, അവിടെയുള്ള വർക്കേഴ്സിനെ കൂടി മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ടെക്നിക്ക് ആലോചിക്കുമ്പോൾ ഒന്നും കൂടി ആലോചിച്ചിട്ട് തീരുമാനത്തിലേക്ക് എത്താന്ന് മാത്രമേ ഉള്ളൂ. And it may require further interviews or use questionnaires. പൊതുവെ ഇതില് ചോദ്യാവലികളും അഭിമുഖങ്ങളും തന്നെയാണ് വന്നേക്കാം. ആ ഒരു രീതി തന്നെ ചിലപ്പോ എന്താണ് ഈ ടെക്നിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഇതിലും രീതിയിലേക്കും വന്നേക്കാം എന്നുള്ളതാണ് മുൻകൂട്ടി എടുത്ത് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോ ജസ്റ്റ് വായിച്ചു നോക്കാം. അതായത് ഇതില് പ്രധാനമായിട്ടും ബെനിഫിറ്റ്സുകൾ എങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്, അത് കൊടുക്കേണ്ടത് ഏത് രീതിയിൽ കൂടിയാണ്, എന്തൊക്കെ കാര്യം പരിഗണിക്കണം എന്നുള്ളതാണ്
അവിടെ നമുക്കറിയാം കോൺട്രിബ്യൂഷൻ പരിഗണിക്കേണ്ടതുണ്ട്, അതേമാതിരി തന്നെ പീരീഡ് അല്ലെ, അതേമാതിരി തന്നെ അവരുടെ വർക്കേഴ്സിന്റെ ആശ്രിതരുടെ കാര്യങ്ങളെയൊക്കെ കുറിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ റിട്ടയർഡ് പേഴ്സൺ ഒക്കെ ആണെങ്കിൽ അതിനെ കുറിച്ചിട്ട് കുറെ കാര്യങ്ങൾ ചിലപ്പോൾ മസ്റ്റ് ലീഗലി ആയിട്ടുള്ള കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. താഴേക്കും അത്തരം പോയിന്റ്സ് ഒക്കെ തന്നെയാണ്. എനിവേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാലൻസ് എടുക്കാം. ഓക്കെ, ഇതുവരെയും എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെയാണ്. ഓക്കെയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയി, എല്ലാവരും ക്ലിയർ ആയിട്ടുണ്ടോ? താങ്ക് യു.